I am coming to Real Madrid and changed my life. This club and these fans are very special. I am grateful. ഇതായിരുന്നു റിയൽ മാഡ്രിഡിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്ന ജർമ്മൻ സ്നൈപ്പർ ടോണി ക്രൂസിന്റെ വാക്കുകൾ. 2023-24 സീസൺ റിയൽ മാഡ്രിഡ് UCL സ്വന്തമാക്കാൻ ഒരുങ്ങിയ സീസണിൽ ട്രിബിളിനായി ഒരുങ്ങുന്നു. ഇതുവരെ ലാലിഗയും സ്പാനിഷ് സൂപ്പർ കപ്പും സ്വന്തമാക്കിയ റിയൽ മാഡ്രിഡിന്റെ ആരാധകർ സന്തോഷത്തിന്റെ പരകോടിയിൽ. പക്ഷേ ജൂൺ 2 റിയൽ മാഡ്രിഡ് വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് UCL സ്വന്തമാക്കിയാലും ഇല്ലെങ്കിലും റിയൽ മാഡ്രിഡ് ആരാധകരെ കാത്തിരിക്കുന്നത് വലിയൊരു ഹേർട്ട് ബ്രേക്ക്. അതെ, ജൂൺ 2 അവരുടെ ജർമ്മൻ മിഡ്ഫീൽഡർ ടോണി ക്രൂസ് എന്ന അവരുടെ വെള്ളാരം കണ്ണുള്ള സ്നൈപ്പർ മിഡ്ഫീൽഡർ ബെർണബ്യൂവിന്റെ പടിയിറങ്ങുന്നത്. എന്റെ പടിയിറക്കം അതെന്റെ പ്രൈം കാലഘട്ടത്തിലായി. വിരമിക്കലിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ടോണിയുടെ തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പുള്ള വാക്കുകളാണിവ. പക്ഷേ ഇത് കേട്ട് ടോണിയുടെ പ്രൈം കാലഘട്ടത്തെ തിരഞ്ഞു പോകുന്നവർക്ക് തെറ്റി. ദിസ് മാൻ ഫുൾ കരിയർ ആൾസോ പ്രൈം. അതെ, തന്റെ കരിയർ മുഴുവനും തന്റെ പ്രതാപകാലമാക്കിയവൻ. ബാഴ്സലോണയുടെ 40 ടിക്കറ്റ് പാസുകൾക്ക് പകരം ടോണി ക്രൂസിന്റെ ഒറ്റൊരു പാസ് എന്ന് പറഞ്ഞ സിദാന്റെ വാക്കുകളെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. റിയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡിലെ വിശ്വസ്തനും കരുത്തനുമായവൻ. തന്റെ കരിയറിൽ ഒരിക്കൽ പോലും തന്റെ പാസിംഗ് ആക്രസി 90% നിന്നും താഴെ വരാത്ത ഏക മിഡ്ഫീൽഡ്. ഇതൊക്കെ കൊണ്ടാകാം റയൽ മാഡ്രിഡിന്റെ ആരാധകർ അദ്ദേഹത്തെ ഇത്രയേറെ ആഴത്തിൽ സ്നേഹിച്ചത്. റയൽ മാഡ്രിഡിന്റെ ടോണി ക്രൂസിനൊപ്പമുള്ള സാന്റിയാഗോ ബെർണബ്യൂവിലെ അവസാനത്തെ ഹോം മത്സരത്തിന് ശേഷം ബെർണബ്യൂവിൽ വീശിയത് റിയൽ മാഡ്രിഡ് ആരാധകരുടെ കണ്ണീരിന്റെ ഗന്ധമുള്ള കാറ്റ്. ടോണിയുടെ പടിയിറക്കത്തോടുകൂടി റിയൽ മാഡ്രിഡിനെ ഒരു കാലത്ത് വിസ്മയിപ്പിച്ചിരുന്ന റൊണാൾഡോ, മാർസെലോ, ബെയിൽ, ഇസ്കോ, ബെൻസീമ എന്നിവരെല്ലാം കൂടിയിരുന്ന റയലിന്റെ ഒരു കാലത്തെ സ്വപ്നതുല്യമായിട്ടുള്ള ലൈനപ്പിൽ ഇനി ബാക്കിയുള്ളത് ലൂക്ക മോഡ്രിച്ച് മാത്രം. അങ്ങനെ എതിരാളികൾ പോലും ഭയന്നിരുന്ന ടോണി ക്രൂസ്, മോഡ്രിച്ച്, കസമിറോ എന്നിവരുടെ മിഡ്ഫീൽഡിലെ യുഗാന്ത്യം അടുത്തിരിക്കുന്നു. 2014 ബയൺ മ്യൂണിക് ആവറേജ് പ്ലെയർ എന്ന തലക്കെട്ടോടുകൂടി എഴുതി തള്ളിയ ടോണി ക്രൂസ് ഇന്ന് റയൽ മാഡ്രിഡിൽ നിന്നും വിരമിക്കുന്നത് ലെജൻഡറി പ്ലെയറായി. റയലിന് വേണ്ടി 4 UCL-ഉം 5 ക്ലബ് വേൾഡ് കപ്പും 4 ലാലിഗ ടൈറ്റിലും നേടിയവൻ. കാലചക്രവാളം എത്ര കടന്നു പോയാലും ഇനി ടോണിയുടെ അത്ര ഫുട്ബോളിൽ മധ്യനിരയിൽ അറ്റാക്കിംഗിന്റെ വേഗത കൂട്ടാൻ കഴിയുന്ന മറ്റൊരു താരത്തെ റയലിന് കിട്ടുമോ എന്ന് സംശയമാണ്. അതെ, ഇതോടെ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. പ്രൈം കാലഘട്ടത്തിൽ ബൂട്ടഴിക്കുന്നു.